പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ 6:63 യേശു പറയുന്നു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും ഉണ്ട്. കാരണം വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 തിരുവചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 17:10 യേശു പറയുന്നുണ്ട്, ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, അവർ ലോകത്തിലാണ്, ശിഷ്യന്മാർ ലോകത്തിലാണ്. അപ്പോൾ ലോകത്തിൽ തിന്മയുടെ ശക്തി വർദ്ധിച്ചു വരുന്നത് യേശു മനസ്സിലാക്കിക്കൊണ്ടാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17:17 യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം എന്ന്. എന്തിനാണ് നാം വചനം കേൾക്കുന്നത്? നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് തിന്മയുടെ ശക്തി വിട്ടുപോകും. നാം പരിശുദ്ധാത്മാവിനാൽ നിറയും. നമ്മിൽ മാനസാന്തരമുണ്ടാകും. നാം വിശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ നമുക്ക് കഴിയും. ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടാകണം. ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? യേശയ്യാ 66:2 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടാകുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും അവ ധ്യാനിക്കുവാനും നമുക്ക് കഴിയുന്നത് നാം ദൈവത്താൽ ആകർഷിക്കപ്പെടുമ്പോഴാണ്. യോഹന്നാൻ 6:64 യേശു പറയുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയത്? നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി നാം ദൈവിക നീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതങ്ങളാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാകുകയും ചെയ്യുന്നു. എന്താണ് ദൈവവചനത്തിൻ്റെ ശക്തി? ഹെബ്രായർ 4:12 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. ജെറമിയ 23:29 ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് ചോദിക്കുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയം എത്ര കഠിനമാണെങ്കിലും ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കഴിയും. അപ്പോസ്തല പ്രവർത്തനം 10:44 തിരുവചനം പറയുന്നു, പത്രോസ് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് വന്നു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴാണ് നമ്മിൽ മാനസാന്തരമുണ്ടാകുകയും പാപബോധവും പശ്ചാത്താപവും ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ദൈവവചനം ഗ്രഹിക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ടാണ് അനുദിനം നാം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.